സംസാരിക്കാൻ യോഗ്യരായ അതിൻ്റെ സംഘാടകരൊക്കെ വേറെ എല്ലാവരും ഉണ്ട്. എൻ്റെ ആവശ്യം മനസ്സിലാക്കി ആദ്യം എനിക്കൊരു അവസരം എന്താണ്, ഞാൻ വരുമ്പോൾ ഇവിടെ മാഷാണ് സംസാരിച്ചിരുന്നത്. മാഷ് നിങ്ങളൊക്കെ അവിടെ എത്തി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ശബ്ദത്തിൽ കിഷോർ ഉൾപ്പെടെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ അവിടെ കർമ്മപഥത്തിൽ വേറെ വേറെ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ടെക്നിക്കൽ മേഖലയിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒരാളാണ്. ഞാനിവിടെ നിന്ന് നേരെ പോയത് വിവേകാനന്ദ കോളേജിൽ പിന്നെ 4th ഗ്രൂപ്പ് കൊമേഴ്സ് പഠിക്കാനാണ്. അവിടെ നിന്ന് കൊമേഴ്സ് പാസ്സായതിനു ശേഷം ശ്രീകൃഷ്ണ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിനാണ് ചേർന്നത്. അവിടെ നിന്ന് മലയാളം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ആ കോളേജിൽ ഹിസ്റ്ററിയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ചേർന്നത് തൃശ്ശൂർ കോളേജിലാണ്. LLB പൂർത്തീകരിച്ചില്ല, 1 വർഷം ഞാൻ പോയുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മേഖലയിലൊക്കെ കയറിപ്പോയതാണ്. ജോലി എന്ന് പറയാൻ കുറച്ച് കാലം പത്രപ്രവർത്തനം ചെയ്തു. ഞാൻ ദേശാഭിമാനിയുടെ ഏരിയ ലേഖകനായിരുന്നു. തുടർന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പ്രവർത്തനം പൂർണ്ണമായും പാർട്ടി പറയുന്നതനുസരിച്ച് നിർത്തിവെച്ച് SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. SFI ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി മെമ്പറായി പൂർണ്ണസമയം പൊതുപ്രവർത്തകരാണ്. ഈ കൂട്ടായ്മയിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, എല്ലാവരും വിളിക്കാറുണ്ട്. എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു പരിണാമത്തിൽ ഇതിലെല്ലാവരും കൂട്ടിക്കൊണ്ടു. അപ്പോഴും ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ അധ്യാപകരെ നമ്മളിലേക്ക് ചേർക്കുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ബുദ്ധി ആരുടെ തലയിലാണ് വിളിച്ച് അയാൾക്ക് ഞാൻ എൻ്റെ എല്ലാ സൗകര്യത്തിൽ നൽകുകയാണ്. ശ്രീജിത്താണ്. എന്തായാലും അത് വലിയൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ സംസാരിക്കുന്ന ദൂരദാനം മൈക്ക് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ സീരിയൽ, 2 മണിക്കൂറിൻ്റെ സീരിയൽ, എല്ലാവരുടെ സീരിയൽ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭംഗിവാക്കല്ല, ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ്. ഒരിക്കലും ഞങ്ങൾ വ്യത്യസ്ത ചിന്താധാരകൾ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒരിക്കലും മാഷന്മാർക്ക് കയറാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഞങ്ങളെല്ലാവരെയും ഒരു THSകാർ എന്നുള്ള രീതിയിൽ പരസ്പരം ബന്ധപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. ആ സ്നേഹം, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ജീവിതാവസാനം വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അധിക പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അടുത്ത ഓർമ്മകൾ ഷെയർ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഇംഗ്ലീഷിനെ ക്ഷണിച്ചു ഫാമിലി, ഭാര്യ, 2 കുട്ടികൾ, ട്വിൻസാണ്. 4 വയസ്സാണ് കുട്ടികൾക്ക്. ആ കാര്യത്തിൽ ഞാൻ വളരെ വളരെ ഭാഗ്യവാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ കുട്ടികൾ നാട്ടിലില്ല. അവര് സൗദിയിലാണ്, ദമാം യൂണിവേഴ്സിറ്റിയിലെ ട്യൂട്ടറായി വർക്ക് ചെയ്യുകയാണ് ഭാര്യ. അപ്പോൾ അവിടെയാണുള്ളത്. ഞാൻ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പോയി വരും. അതൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ആശംസ ശ്രീ ഗിരീഷ്. നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചറിയും, അപ്പോഴാണ് ഈ കാര്യം നമുക്ക് ഏറ്റവും മധുരമുള്ള ഒരു കാര്യങ്ങളുമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നമ്മളീ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ആ ഒരു കാര്യം എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിലപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുന്നതില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ എന്നും മധുരമുള്ള ഒരു നല്ലൊരു ഓർമ്മയായിട്ട് തന്നെ ഈ പ്രോഗ്രാം മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എക്സൈസ് വകുപ്പിലാണ്. ഭാര്യ ടീച്ചറാണ്. 2 കുട്ടികൾ. മോള് 7ാം ക്ലാസ്സിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. മോൻ
തീർച്ചയായിട്ടും വൈഫോടെ ബോയ്സ് സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ ഇലക്ഷൻ്റെ വോട്ട് ചെയ്യാൻ മാത്രമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോഴും ബാബു സാറിനെയാണ്. ബാബു സാറിൻ്റെ കൂടെയാണ് എൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്നത്. ബാബു സാറ് മാറിപ്പോയി. പിന്നെ വളരെയധികം സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട് ഇതുപോലൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ എല്ലാവരും കൂടാനും. നമ്മൾ ഒരുപാട് കളികൾക്ക് കൂടി ചേരാറുണ്ടെങ്കിലും അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറേ അധികം ആളുകൾ വന്നു. പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകളൊക്കെ വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ചും ടീച്ചേഴ്സിലും എനിക്ക് ഏറ്റവും വന്ന് പേടിയുണ്ടായിരുന്ന ഒരു ടീച്ചർ സാഹിത്യ ടീച്ചറാണ്. അതല്ല ജീവിതമാണല്ലോ അങ്ങനെ കാര്യം. പിന്നെ ടീച്ചർ പറഞ്ഞ ഒരു പ്രധാനമന്ത്രിനെ കുറിച്ചുള്ളത് നമ്മുടെ ഈ പൂന്തോട്ടം ഈ ഗാർഡൻ ശരിക്കും അതിൻ്റെ ഒരു ഈ രീതിയായിരുന്നു. അതിൻ്റെ ഉയർന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടാകും. മിക്കതും നമ്മളപ്പോൾ തന്നെയൊക്കെ പൊട്ടിച്ചുകൊണ്ടായിരിക്കും ആ ഭാഗങ്ങൾ കൊണ്ട് നടന്നു പോയിട്ടുണ്ടാകുന്നത്. എന്തായാലും വളരെ വലിയൊരു ഓർമ്മകളും ഒരുപാട് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സ്കൂൾ ജീവിതമാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന അധ്യാപകർക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷം. അടുത്ത ആശംസ അർപ്പിക്കാനായി ശ്രീ പ്രവീൺ ജോസിനെ ക്ഷണിച്ചു. എല്ലാ പ്രവാസികളും പ്രവാസികളുടെ റെപ്രസെന്റേറ്റീവ് എല്ലാ പ്രവാസികളുടെയും റെപ്രസെന്റേറ്റീവ് ആണ്. അതെ, ഞങ്ങൾ കുറച്ച് പേര് പിന്നെ ദുബായിൽ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ചാടിപ്പുറപ്പെട്ടതാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത്, എനിക്കൊക്കെ നഷ്ടപ്പെട്ട ലൈഫിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കുട്ടിത്തമാണ്. ആ കുട്ടിത്തം നമ്മൾ പ്രത്യേകിച്ച് ടീനേജ് 8, 9, 10 കാലഘട്ടം, അത് അന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു അത് നഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ പാസ് ചെയ്ത് പോയെങ്കിലും ഇന്നത് വലിയൊരു നഷ്ടബോധം തന്നെയാണ്. അത് തിരിച്ച് കിട്ടാനായിട്ട് പ്രായം അവിടെ എന്നുള്ള പ്രശ്നമെങ്കിലും ദൈവാനുഗ്രഹത്താൽ നമ്മുടെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുറിഞ്ഞിടത്തു നിന്ന് തുടങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം തോന്നും. ഇത് വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും. കാരണം ഒരിക്കലും പഴയ കാലഘട്ടത്തിൽ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് സാർമാരായി പ്രത്യേകിച്ച് നാരായണ സാറൊക്കെ അന്ന് ഈ ഡോക്ടർ ഇതിൻ്റെ മേലത്തെ റൂമിലായിരുന്നു. ആ സംഭവം ആദ്യമായിട്ട് കാണുന്നു. അതുപോലെ ND ഭട്ടിൻ്റെ ബുക്കായിരിക്കാം ചിലപ്പോൾ അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ അനുഭവങ്ങൾ, അതേപോലെ സാറിൻ്റെ അതിൻ്റെ ഈ മരം ജോയിൻ ചെയ്യുന്ന ഒരു സംവിധാനം, അപ്പോൾ അത് ഈ PHS നമ്മൾ നിർത്തുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ കുറേ ജാതിയായിട്ട് ഈ വഴിക്ക് പോയി. കറുത്ത കോട്ടിൽ നിന്ന് കരിനിയമങ്ങൾ പാസ്സാക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച വിദ്യകളെല്ലാം അബുദാബിലായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ഒക്കെ ചെയ്ത്, സമരം കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ ആയിരിക്കാൻ പോയി. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പിന്നീട് ഇപ്പം ഞാനൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രി പിന്നെ PG ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രാവണോടോ കോഴിക്കോടോ അല്ലെങ്കിൽ ഈവൻ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഈ ഷീറ്റിൽ മട്ടിൽ ചെയ്തതിൻ്റെ ഒരു ഓർമ്മയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രാജേഷ് പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചു. അവരിപ്പോഴും TVMRലായിരുന്നു. കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് ഇതാണ് സംഭവം എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഈവൻ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ ചില ആളുകൾ ഇലക്ട്രീഷനെ കുറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ആ മേഖലയിൽ കൂടെ വന്നില്ലെങ്കിലും നമ്മുടെ ചെറിയ ആ അനുഭവങ്ങളും ആ എക്സ്പീരിയൻസും അത് എപ്പോഴും ആസ്വദിക്കാൻ പറ്റും. ഇപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും സ്പാൻഡറും പിന്നെ ടൂൾസും എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, അറിയാതെയോ ഒക്കെ. അപ്പോൾ അത് വളരെ വലിയ സന്തോഷം. അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സിനൊന്നും ഒരിക്കലും അങ്ങനെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എല്ലാവരും ഉണ്ട്. ടീച്ചർമാരൊക്കെ കിട്ടുന്നില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് ഒരു മനസ്സിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ബസ്
ഈ നമ്മുടെ താവൂസ് കയറ്റത്ത് തിരിച്ചു വന്ന് പിന്നെ റിവേഴ്സ് വന്ന് ഞാൻ ഓടി എൻ്റെ ഫിംഗർ പേരിലൊക്കെ ഒന്ന് ഓടിയിട്ടുണ്ടായി. അപ്പോൾ പ്രാവശ്യം ടീച്ചർ ക്ലാസ്സിൽ ഞാൻ ടീച്ചർ ചെയ്ത് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ഈ സംഭവം ടീച്ചർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. കാരണം ലേറ്റായി പോയി തിരിച്ച് നടന്നു വരും. പിന്നെ നടന്നു പോകുമ്പോഴുള്ള രസം മാവുന്ന കല്ലുകറിയിലും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് കുഞ്ഞു പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ രസം ലൈഫിൽ തിരിച്ചെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. അതുപോലെ ഷനോജിൻ്റെ ആ ഒരു അതൊക്കെ ഓർത്തെടുക്കാൻ ആ ഒരു പിക്ചർ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിങ്ങളും ഈ സ്കൂളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനെ സാഹചര്യം തന്ന അതിനെ ഇനീഷ്യേറ്റ് ചെയ്ത ശ്രീജിത്ത് അതുപോലെ വലിയൊരു സംഘം തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു നിമിഷം ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫാമിലി നാട്ടിൽ ഇവിടെ തന്നെയാണ്. കോവിഡിന് ശേഷം അവരിവിടെ ദുബായിലായിരുന്നു. അവരിവിടേക്ക് തിരിച്ചു വന്നു. മൂത്ത മകള് 10ാം ക്ലാസ്സിലായിപ്പോൾ, രണ്ടാമത്തെ മോള് 4ാം ക്ലാസ്സിൽ. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞൊരു മോൻ ജനിച്ചിട്ടുണ്ട്. 45 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു. അടുത്ത് ആശംസ അർപ്പിക്കാനായി ശ്രീ വിനോദിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ അനൂപ് സൂചിപ്പിച്ചു. ഞാൻ ടെക്നിക്കൽ സൈഡിൽ നിന്ന് മാറി നേരെ ഈ PSC കഴിഞ്ഞപ്പോൾ പോയത് കേരളത്തിലേക്കാണ് പോയത്. അവിടെ പ്രീ-ഡിഗ്രി ചെയ്തു. അതിനുശേഷം പിന്നെ വീണ്ടും എലിപ്പറ്റി ITC പ്ലംബിങ്ങിൻ്റെ ഡിപ്ലോമ ചേർന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഡിഗ്രിക്ക് കേരളത്തിൽ പൊളിറ്റിക്സ് ചേർന്നു. അങ്ങനെ വീണ്ടും നാട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 5 ദിവസം അവിടുത്തെ വാർഡുകളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാർട്ടി ലോക്കൽ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ കണ്ടുമുട്ടാൻ അതുപോലെ അധ്യാപകരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ കോളേജിൻ്റെ പരിപാടികൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സ്കൂൾ ബന്ധപ്പെട്ടിങ്ങനെ സംഭവം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അധികം കാലമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇതുപോലുള്ള ഈ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ കൂട്ടായ്മ നമുക്ക് ചില ആൾക്കാരെ നമ്മുടെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സഹായിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം. അടുത്ത് നമ്മുടെ ഈ ടെക്നിക്കൽ സൈഡാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പീരീഡായിരുന്നു ആ സമയത്ത്. അതിലൊരു നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു ആളാണ് കിഷോർ. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് വേണ്ടി അവരുടെ മെമ്മറീസ് ഷെയർ ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഒരു ആക്റ്റീവ് കിഷോറിൻ്റെ വളർത്തുന്നത്. എല്ലാവർക്കും ഞാൻ ഈ ഇവിടുത്തെ ജീവിതം ഭയങ്കര എന്താ പറയുക എപ്പോഴും ഓർമ്മ ഒരു സംഭവം തന്നെയായിരുന്നു. ഇവിടുത്തെ ഈ സാധാരണ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ ഫലങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ISR കയറി ടെക്നീഷ്യനാണ്. അത് ഇവിടുത്തെ നമ്മൾ ഇതിനുശേഷം ഞാൻ ITI പോയി. അവിടെയും ഇവിടുത്തെ പഠിച്ചതുകൊണ്ടും പഠിച്ച അതേപോലെ തന്നെ അത്രയും പോലും വളരെ ഈസി ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടി. പിന്നെ ഞാൻ ഈ മ്യൂസിക്കിന് കുറേ പരിപാടി നടക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേ പോയി. അങ്ങനെയാണ് അവിടെ ട്രെയിനിങ് കിട്ടി. പിന്നെ ഓൾ ഇന്ത്യ ടെസ്റ്റ് പാസ്സായി. ഇപ്പോൾ അവിടെ പഠിക്കുന്നു. എനിക്ക് വൈഫ് അവിടെ തന്നെയാണ്, ഹൗസ് വൈഫാണ്. എല്ലാവരും ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നു. 3 കുട്ടികളാണ് നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ ഞാനൊരു കാലത്തെത്തിയുള്ളൂ. ഇപ്പോൾ തന്നെ കുറച്ച് നേരം പോകും. പക്ഷെ ഇങ്ങനൊരു സംഭവം വന്നില്ലെങ്കിൽ തീരെ നഷ്ടം തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഞാൻ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാവരും വളരെ നന്ദി. വലിയൊരു സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഇത് ഞാനൊരു എൻ്റെ ചെറിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്.
അടുത്തത് ആശംസ അറിയിക്കാനായി ശ്രീ വിജയനെ ക്ഷണിച്ചു വരുന്നു.冉冉如是。മൈക്ക് സംസാരിക്കുന്ന വലിയ പിന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഇതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ നമ്മുടെ പരിപാടിയിൽ പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചേഴ്സിനും അതുപോലെ സാറന്മാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ എനിക്ക് 2 കുട്ടികളാണ്. ഒന്ന് ഇപ്പോൾ മാനസികമായി, രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്സിലാണ് ആണ്. വൈഫ് സെൽഫാണ്. ഞാൻ ഡ്രൈവറായിട്ട് ചോദിക്കുന്നത് ആശംസിക്കാനായി ശ്രീ വിജീഷിനെ ക്ഷണിച്ചു. എന്നെ സംബന്ധിച്ച് വേറൊരു ആംഗിളിലുള്ള 2-3 കാര്യങ്ങൾ പറയാനാണ് THS സംബന്ധിച്ച് വളരെയധികം ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു സ്കൂൾ. എന്തുകൊണ്ടെന്നാൽ സാധാരണ നമ്മുടെ ഏരിയയിലൊക്കെ പറഞ്ഞാൽ പഠിക്കുന്ന സ്കൂളുകളൊക്കെ വളരെ ഈ ടീച്ചേഴ്സും സ്റ്റുഡൻസിനൊക്കെ വളരെയധികം കമ്പയർ ചെയ്തിട്ട് എന്തെന്ന് പറയാം ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് ഒരു ടീച്ചിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ THS സംബന്ധിച്ച് എല്ലാ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാക്സിമം പെർഫോം ചെയ്യാം, അല്ലാത്തവർക്ക് ഹാഫായാലും ആ രീതിയിൽ പെർഫോം ചെയ്യാം. ആരെയും സ്ക്രൂ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുക. അതാണ് സത്യസന്ധമായ ഒരു അക്കാഡമിക് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അല്ലാതെ ഈ പഠിപ്പിച്ച പ്രൊഡക്റ്റുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഈ സ്കൂളിലെ ഭാഗമായി നിന്ന് എടുക്കാൻ കഴിയുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ ഞങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ കളിച്ചത്. ഞാനിപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. കാരണം ആ ക്ലാസ് മുറികളേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടുത്തെ ഗ്രൗണ്ടുകളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ കുട്ടികളായിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഈ പഠനത്തിനേക്കാൾ കൂടുതൽ, അതായത് കണ്ണൂരൊക്കെ എന്താ പറയുക രാഷ്ട്രീയ സംഘടന ഉണ്ടാകുമ്പോൾ ഒരു ചർച്ചയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുമ്പ് ആ സ്ഥലങ്ങളിലൊക്കെ ഗംഭീര ഫുട്ബോൾ മാച്ചുകൾ അതുപോലെ ടൂർണമെൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടൂർണമെൻറ്റുകളൊന്നും ഇല്ല. കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ആളുകൾ തമ്മിലൊന്നും വലിയൊരു എന്താ പറയുക ബന്ധങ്ങൾ പരസ്പരം, അതായത് എന്താ പറയുക ആക്ഷൻ ആൻഡ് റിയാക്ഷൻ്റെ ഒരു ടൈം വരാത്ത സ്ഥലങ്ങളൊക്കെ നമുക്കൊരു ഫ്രിക്ഷൻ്റെ സാധ്യതകളുണ്ട്. അത് ഏത് തരത്തിലായാലും വീട്ടിലായാലും ചെറിയ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംഘടനകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭയപ്പെട്ട കുട്ടികളെ കേട്ടുണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതേസമയം ഒരു ബന്ധങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രിക്ഷൻ ഉണ്ടാവാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നം എന്താ പറയുക ആ ഒരു ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നങ്ങളിലേക്കാണ് പോകും. ആ രീതിയിൽ നോക്കുമ്പോൾ THS എന്നെ സംബന്ധിച്ച് വളരെ മധുരതരമായ ഓർമ്മകളാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിച്ച ഒരാളും മോശമായിട്ടില്ല. എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ വളർച്ചയുടെ പല പടവുകൾ കയറിക്കൊണ്ടിരുന്നു. അതിനൊക്കെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു ഇവർ നടന്നു വന്ന വഴിയുടെ അല്ലെങ്കിൽ ഈ THS അറ്റ്മോസ്ഫിയർ അവരെ അറിഞ്ഞു അറിയാതെയും സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനോടും വളരെയധികം ഈ ഗ്രൂപ്പും ഞാനും കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം നന്ദി. ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ ചെറിയൊരു കോർഡിനേറ്ററായി ഞാൻ വർക്ക് ചെയ്തു. നമ്മൾ കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്തു, കുറച്ചൊക്കെ റിസൾട്ട് കിട്ടി.
ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പ്രോഗ്രാമിന് സാധിച്ചു എങ്കിൽ ഞങ്ങൾ കൃതാജ്ഞരാണ്. വളരെയധികം നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കഥാശംസകരായി ശ്രീ കൃഷ്ണേന്ദ്രൻ ക്ഷണിച്ചു. പക്ഷേ എനിക്ക് റീകണക്ട് ചെയ്ത് വന്നത് ഈ ഗ്രൂപ്പിലെ ആഡായിട്ട് കുറേ പേരെ എനിക്ക് ഫേസ് തീരെ ഓർമ്മ കിട്ടുന്നതാണ്. അറിയാം, അതാണ് മെയിനായിട്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ. പിന്നെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ വേറെ കുട്ടികൾ വർക്ക്ഷോപ്പാണ്. ആ സമയത്ത് ബേസിക്കലി ഒരുവിധം എല്ലാവരും. പക്ഷേ ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമില്ല. നമ്മൾ ഒരു ദിവസം മാത്രമായിട്ട് ഒരു ക്ലാസ് ഇല്ല. ആ ദിവസം നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഫുൾ കിട്ടാണ്. ഒരു സ്പെഷ്യൽ സ്കൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ കോളേജിൽ പോയി സംസാരിക്കുന്നു. ടെക്നിക്കൽ സ്കൂളിൽ നല്ല കുട്ടികളൊന്നും വളരെ കുറവാണ്. എറണാകുളത്ത് ഒരു മോഡൽ ടെക്നിക്കൽ സ്കൂളിൻ്റെ അവിടെ അഡ്മിഷൻ കാര്യങ്ങൾ അവർക്കും ഈ ഫീലിങ്സാണ്. ഒരു പ്രത്യേകം സ്കൂളാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചില്ല, ബയോളജി പഠിച്ചില്ല, കുറച്ച് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയും. നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വളരെ ഉപയോഗപ്രദമാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറേ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് എറണാകുളത്ത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ വൈഫ് UAE വർക്ക് ചെയ്യാണ്. 2 ആൺപിള്ളേരാണ്. ഒരാൾ 7ാം ക്ലാസ്സിലേക്ക് ഏതായാലും ഈ സജീവമാട്ടെ. നമുക്ക് അടുത്ത കൊല്ലം നമുക്കൊരു പ്രോഗ്രാം ഉണ്ടാവാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ കുറച്ച് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാണ് അതിൻ്റെ ഇന്ന് ഇടന്ന് കറങ്ങി വന്നാൽ പെട്ടെന്ന് ഞാൻ പോയിട്ടാണ്. ശരി. ഓക്കെ, അടുത്ത കൃഷിയാണ്
നന്ദി കിഷോർ. അടുത്ത ആശംസ പ്രിയനായി ശ്രീ ഷനോജിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. മാത്രമല്ല നമ്മുടെ ഗുരുക്കന്മാരോടെ ആ പഴയ കുട്ടികളെ ഗുരുക്കന്മാർക്ക് ഇന്നും നമ്മൾ കുട്ടികൾ തന്നെയാണ് അല്ലെ ടീച്ചറെ? അവർക്ക് ഇന്നും നമ്മളെ കാണുന്നത് നമ്മുടെ കുഞ്ഞുമക്കളായിട്ട് തന്നെയാണ്. ആ ഒരു ഇങ്ങനൊരു വേദി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അതിന് ഇന്നത്തെ നവമാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. കാരണം നമ്മളെല്ലാവരും കൂടി ചേർക്കാൻ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ നമ്മുടെ മുന്നിൽ ഡൽഹി മണ്ഡലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. മാഷന്മാരൊക്കെ അദ്ദേഹമാണ് നമ്മുടെ ഇങ്ങനെ ഒരു കൂടിച്ചേരലിൽ വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന് നന്ദിയുണ്ട്. പിന്നെ ഈ ഒരു കലാലയ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂൾ ഓർമ്മകൾ അതിനെ എങ്ങനെ പറഞ്ഞ് വിവരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പഠിക്കുന്ന കാലത്ത് തന്നെ മറ്റു സ്കൂൾ കുട്ടികളുമായിട്ട് വേർതിരിവ് നമുക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പഠിക്കുന്ന സിലബസ് പാഠ്യവിഷയങ്ങളും നമ്മളുടെ പാഠ്യവിഷയങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ മുന്നിലൊക്കെ നമ്മൾ കുറച്ച് തല ഉയർത്തി നടന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെക്നിക്കലാണ്, നമ്മളൊരു എല്ലാവരും ഒരു ടെക്നിക്കലാന്നുള്ള ചെറിയൊരു അഹങ്കാരം നമുക്ക് അന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മറ്റൊരു പഠിക്കുന്ന വിഷയങ്ങൾ വേറെയാണ്. പക്ഷെ അന്ന് ഹിന്ദി പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഡിസൈനിങ് മേഖലയും കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദി പറയുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പഠിച്ചെടുത്തു. ഹിന്ദി നമ്മുടെ ഒരു വിഷയമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ, മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് നമ്മുടെ എക്സാം ഹാളിൽ രാജഗോപാൽ സാർ പേടി സ്വപ്നമായിരുന്നു. കാരണം സാറ് ചിലപ്പോൾ എല്ലാവരും ഭയങ്കര അറ്റൻഷനായിട്ട് പേടിച്ചിട്ട് സാറ് കുറച്ച് പേടിപ്പിക്കാറുണ്ട് എല്ലാവരും കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എല്ലാ മാഷന്മാരും നാരായണ സാർ എന്താ പറയുക ഡ്രോയിങ് നല്ല ഇഷ്ടമായതുകൊണ്ട് നാരായണ സാറിൻ്റെ ഒരു മാസം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഞാനിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് ആർക്കിടെക്ചർ ഡിസൈൻ ഫേമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരാണ്. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് ഹൗസ് വൈഫാണ്. 2 കുട്ടികൾ. മൂത്ത കുട്ടി ആൺകുട്ടിയാണ്, 7th പഠിക്കുന്നു. ചെറിയത് മോളാണ്, 5th പഠിക്കുന്നു. ചെറിയ തറവാടൊക്കെ മലത്തങ്കോടാണ്. പക്ഷേ ഞാൻ തൃശ്ശൂരാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. ഓഫീസും തൃശ്ശൂരായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടെ കണ്ടുകൂടാൻ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായി മാറി. ഇങ്ങനെ ഒരു വേദി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ കോർഡിനേറ്റർമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ശ്രീജിത്താണ് കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയത്. അതിനുവേണ്ടി കൂടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് മാഷന്മാരും എല്ലാവർക്കും താങ്ക് യു. അടുത്ത ശ്രീ അജിത്തിനെ ക്ഷണിച്ചു. അതിൻ്റെ നമ്മൾ 2023 ഇട്ടാണെങ്കിലും പഴയ ഭാഗത്താണ് ഞാൻ ഔദ്യോഗിക. പക്ഷേ ഞങ്ങൾ അവിടുത്തെ ഹൈസ്കൂളിലൊക്കെയാണ് പഠിച്ചിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ലൊക്കാലിറ്റിയിൽ ഇവിടെ പഠിക്കുന്നത് ചെറിയൊരു മറ്റൊരാൾക്ക് ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ ക്ലിയർ നിങ്ങൾക്ക് തന്നെ ക്ലിയർ അവിടുത്തെ പിള്ളേരോട് കൂടി കല്ലിട്ടിട ഞങ്ങൾ സ്കൂളാണ് പഠിക്കുന്നത്. ആ ലെവലിൽ ചെറിയൊരു പരീക്ഷ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ ഈ സ്കൂളിനെ നമുക്ക് പറയുമ്പോൾ ഏത് സ്കൂളിൽ വർക്ക്ഷോപ്പിൻ്റെ കബോർഡാണ് ഞങ്ങളാക്കിയത്. ഇതിൻ്റെ ഞാൻ അതിൻ്റെ കബോർഡിൻ്റെ ബാക്കിലുള്ള കൗമാരപരമായ പല കാര്യങ്ങളും എല്ലാം സംസാരിച്ചു. 10ാം അത് വേറൊരു സ്കൂളിൽ
നമ്മൾ ലെവലിലാണ് ഒരുപാട് സ്കൂളുകളുണ്ട് നിർബന്ധമായി പഠിക്കുന്നവരുണ്ട്. ഇതൊന്നും ഇവിടെ ഉണ്ടായില്ല. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പല മേഖലയിലാണ് എല്ലാവരും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ടെക്നിക്കലായിട്ട് പേര് പോയിട്ടുണ്ടാകുന്നെങ്കിലും നമ്മുടേതായ ഒരു ഈ സ്വഭാവങ്ങൾ വളർത്താൻ ഈ കബോർഡുകളുള്ള വർക്ക്ഷോപ്പ് നമ്മളെ സഹായിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഇങ്ങനൊരു പരിപാടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല, അതിനെ കുറിച്ച് ത്രോയിട്ടുണ്ട്. ഇനി മുതലാണ് ചെയ്യാൻ എന്തായാലും ഇതിൽ ആക്റ്റീവ് ആവാൻ ഞാൻ കഴിയുള്ളൂ. ഇനി അടുത്ത കൊല്ലം മുതൽ ഇതേപോലെ തന്നെ മാഷിമാരും ഗെറ്റുകളാണ് ഒന്നും സാറേ അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതാണ്. ഇത് ചെയ്യാൻ സംബന്ധിച്ച നമ്മളെ ശ്രീതായാലും ജിതീഷായാലും ഔദ്യോഗിക കാര്യങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ആക്റ്റീവ് ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ എനിക്ക് ഞാൻ വളരെ സന്തോഷവാനാണ്. അതുപോലെ ഇനിയുള്ള അടുത്ത കൊല്ലങ്ങളിലും ഇതുപോലെ ചെയ്യാൻ ദൈവം അടുത്ത ആശംസ ശ്രീ രമേശിനെ ക്ഷണിച്ചോളൂ. ഈ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ ആദ്യമായിട്ട് നമ്മളുണ്ട്. ഇത്രയധികം പേരെ ആദ്യമായിട്ട് നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കൂടുതലുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കൂടുതലും ഞങ്ങൾ ഇന്ത്യ ഫുട്ബോൾ വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാകാറുണ്ട്. ഗോപിനാണ് ടീച്ചറുടെ രണ്ടാമത്തെ മകനാണ്. അപ്പോൾ അതിന് പക്ഷേ ഇത്രയധികം ആൾക്കാർ ആദ്യമായിട്ട് പിന്നെ മാഷന്മാർ പലരും ഒരു ആശയം ഉണ്ടെന്ന് നമ്മൾ കാണാൻ ജീവിതത്തിൽ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ PHS എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീൽഡൊന്നുമില്ല. ഇവിടുന്ന് ആദ്യം പോയത് PHS കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കൊന്നും പഠിച്ചിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. പിന്നെ നമ്മളേതായ ഇവിടെ ആദ്യം പോയത് ഗോൾഡിൻ്റെ വർക്കാണ്. പക്ഷേ ഈ ഗോൾഡിൻ്റെ വർക്കിൽ PHSൻ്റെ ഒരു ഗുണം കിട്ടിയത് സാറിന് ചിലപ്പോൾ ഗോൾഡിൻ്റെ വർക്ക് ഈ ഗോൾഡിൻ്റെ ഡിസൈൻ വർക്കിലൊക്കെ ചെല്ലുമ്പോൾ അത് കുറേ ടൈമിൽ നമ്മൾ ഈ എൻഗിയും എലിവേഷനും ഒക്കെ പണ്ട് പഠിച്ച കാരണമാണ്. ഇത് ഇന്ന തരത്തിൽ വെച്ചാൽ ഇത് ഇന്നതാവുമെന്ന് നമുക്കൊരു കമ്പ്യൂട്ടർ കിട്ടില്ല. അത് ഈ സ്കൂളിൽ പഠിച്ചിട്ട് ഇയാൾക്ക് പോകണം. അപ്പോൾ എൻ്റെ മുൻകാലങ്ങളിലുള്ള വളരെ പ്രബലരായിട്ടുള്ള ആശാന്മാർ വലിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെറിയ കാര്യത്തിലൊക്കെ നമുക്ക് പറ്റിയിരുന്നു. അതൊക്കെ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഒരു ഗുണമാണ്. അപ്പം നമ്മൾ ഈ ഓടുമ്പോൾ ചെന്നൊരു 3 മാസത്തിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഈ അഭിവൃദ്ധി മനസ്സിലാക്കിയിട്ടുള്ള ആശാന്മാരെ അതിൽ വലിയ പ്രോത്സാഹനം. ഒരു 12 കൊല്ലത്തോളം ഗോൾഡ് ഫീൽഡിൽ പല പല മേഖലകളും പഠിക്കാനുള്ളവർക്ക് കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഠിച്ചു അതായിരുന്നു ഒരു സ്വഭാവമുണ്ട്. പിന്നെ അങ്ങനെ കൂട്ടത്തിലിപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇന്നോട് നമുക്കില്ലാത്ത ഒരു വേറെ മേഖലയിൽ ഗൾഫിലേക്ക് അവിടെ ബിസിനസ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഒക്കെ ഒന്നോടൊന്നും ബന്ധമില്ല. അപ്പം എൻ്റെ ഒപ്പം പലരും ചോദിക്കും നീ ഒന്നും സാമ്പില്ലാത്ത പോകുകയാണെങ്കിൽ നീ എന്തെങ്ങനെ കണക്കിൽ പോകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇതിലെ വലിയ വിഷയം വെച്ചത് അക്ഷരം വെച്ചിട്ടുള്ളത് മെയിനായിട്ട് ടെക്നിക്കൽ സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ ദോഷം കൊണ്ടോ അറിയില്ല. വേണമെങ്കിൽ നേരത്തെ പലരും പറഞ്ഞു നമ്മുടെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർക്ക് സമയമില്ല, എണ്ണം കുറവാണ്. ചിലർ പഠിക്കും ചിലർ പഠിക്കില്ല. ഞാൻ ക്രിസ്ത്യാനികളോട് പറഞ്ഞ ഒരു പിടി ഈ അരിമലെടുത്ത് വിതയ്ക്കുമ്പോൾ പലയിടത്തും വീടുമെന്ന് പറഞ്ഞ പോലെ പലരും പലരും നല്ലതിലും നല്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു. സ്കൂൾ നിർത്തലാക്കിയ സ്കൂളുകളിൽ പിന്നെന്ത് ഒരു ഞങ്ങളൊക്കെ ഒരു ലൈഫ് അങ്ങനെ ആ ലൈഫ് ഇപ്പം ഇരിക്കുന്ന കുട്ടികളുടെ പലരും ഉള്ളിൽ ബാധിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അത് ഓരോരുത്തരുടെ യുദ്ധന്മാരുടെ കുഴപ്പമില്ല. അന്ന് നമ്മുടെ ലഭ്യമുള്ള സാഹചര്യം സർക്കാർ നമ്മുടെ യോഗമെന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നായി വന്നേനെ. അപ്പം അത് പറ്റാത്ത ചില ആൾക്കാർക്ക് ഉണ്ടാവാം. ഇല്ലെന്ന് പറഞ്ഞു
പക്ഷേ ഈ പലർക്കും ഈ PhD പഠിക്കുമ്പോൾ ഈ സ്ട്രഗിൾ ചെയ്ത് കയറി വരാനുള്ള ചാൻസ് കൂടിയില്ല. കാരണം വെറുതാർക്കും ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യമായിട്ട് പോകാം, അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാവരും ഓരോ മേഖലയിൽ എത്തിയിട്ടുള്ളത് ആ എല്ലാവരും ഒരു ചെറിയൊരു നമ്മുടെ വർഷാപ്പുകളും അതിനൊക്കെ ചെറിയ നമ്മുടെ മെമ്മറിയിൽ വരുന്ന ടെക്നിക്കൽ സ്കില്ല് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ പല ഫീൽഡിലായാലും പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ ടൈമിലുണ്ട്. ഓരോ കുറ്റകൃത്യങ്ങളൊന്നുമില്ല, എല്ലാ ജീവിതത്തിലും തുറമുഖങ്ങളിലുള്ള ആൾക്കാരുള്ളത്. അപ്പോൾ അവർക്ക് ഏതൊരു വരെയും അവരുടെ ജീവിതത്തിൽ ടെക്നിക്കൽ സ്കൂളിൽ കാർപ്പൻട്രിയിൽ ട്രെയിനേഴ്സ് പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ എന്തോ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മുടെ മനസ്സിലെ ജീവിതത്തിൽ പലപ്പോഴും മേഖലകളുണ്ട്. അതൊക്കെ തന്നെ ഈ ടീച്ചേഴ്സിൻ്റെ ഗുണം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്ന ആദ്യം ഡൽഹി വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനൊരു ഗ്രൂപ്പിൽ വന്നു. അതിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടാവുമെന്ന് കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട് നടന്നിട്ടില്ല, നടന്നു. അപ്പോൾ ഇതൊക്കെ ദൈവഹിതം അല്ലെങ്കിൽ ദൈവാധീനം എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ വാക്കുകളും അല്ലാതെ ഗുരുക്കന്മാർക്കും സഹപാഠികൾക്കും നമസ്കാരം. അടുത്ത ആശംസ സമർപ്പിക്കാനായി ശ്രീ ധർമ്മേശ്വരനെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, ഒരു 27 വർഷത്തിന് ശേഷം എല്ലാവരെയും നമ്മൾ പഠിച്ച അതേ ക്ലാസ്സുകളിൽ തന്നെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചുകൊണ്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ടീച്ചേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതാണ്ടൊരു 8 വർഷത്തോളമായി. അത് മുഖാന്തരം പലപ്പോഴും ഫുട്ബോൾ മേളകളായാലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാലും കാണാറുണ്ട്. അതിൽ വ്യത്യസ്തമായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തതിന് തീർച്ചയായും ഇതിൻ്റെ മുൻപിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീജിത്ത്, അതുപോലെ തന്നെ ബോബി പയസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ തന്നെ ഇതിൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഏതാണ്ട് 30 വർഷത്തോളം മുമ്പ് നമ്മൾ ഈ സ്കൂളിൽ ഈ കലാലയത്തിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാം കുട്ടികളായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ നമ്മുടെ കോഴ്സുകൾ പുറത്തിറങ്ങി എല്ലാവരും ചെറുതും വലുതുമായ പല ജോലികളിലും അതുപോലെ തന്നെ ബിസിനസ്സുകളുമായ എല്ലാവരും അവരവരുടെ വ്യക്തിമുദ്ര പതിച്ചവർ തന്നെയാണ്. എന്ത് തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കാൻ കാരണം നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഉള്ള ബഹുമാനവും ആദരവും സ്നേഹവും എല്ലാം ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തൃത്താല പോലീസ് സ്റ്റേഷനാണ്. ഇവിടുന്ന് 96 TSSLC കഴിഞ്ഞു. വീണ്ടും ഷൊർണൂർ VHSCയിലാണ് ചേർന്നത്. അവിടുന്ന് സിവിൽ കൺസ്ട്രക്ഷൻ മെയിൻ്റെനൻസ് കോഴ്സാണ് എടുത്തത്. ടെക്നിക്കൽ വിദ്യാഭ്യാസം എനിക്ക് ഒട്ടും നന്ദിയില്ലാതെ തോന്നിയിട്ട് വീണ്ടും അവിടുത്തെ ഗ്രൂപ്പ് മാറി BCom എടുത്തു. ശേഷം MCom ചെയ്തു. അതുപോലെ കുന്നോളത്ത് വിക്ടോറിയ കോളേജിലുണ്ടായിരുന്നു. ശേഷം 2007 പോലീസിൽ വരുന്നത്. ഇപ്പോൾ 16 വർഷമായി പോലീസിലാണ്. വൈഫ് പെരുങ്ങോട് ഹൈസ്കൂൾ ടീച്ചറാണ്. ഞാൻ താമസിക്കുന്നത് പെരുങ്ങോട് തന്നെയാണ്. 2 കുട്ടികളാണ്. മൂത്ത മോൾ 4ാം ക്ലാസ്സിലാണ്, മകൻ UKGയിലാണ്. നന്ദി, നമസ്കാരം. അടുത്ത ആശംസ സമർപ്പിക്കാനായി ശ്രീ ജോമോനെ ക്ഷണിച്ചു. ഞാനൊരു പ്രോഗ്രാമിൽ സംബന്ധിച്ച നല്ല പ്രോഗ്രാം എല്ലാവർക്കും കൂടി വരുത്താൻ ടീച്ചർമാരാണ് ആദ്യം നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് സ്കൂളുകൾക്ക് നല്ലോണം പഠിത്തം ഇതുവരെയല്ല, പഠിത്തമൊക്കെ നമ്മൾ ഏറ്റവും താഴ്ന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഇവിടുന്ന് ഒരു സ്പോർട്സിനെ നമ്മൾ പഠിക്കും. സ്കൂളിൽ സ്പോർട്സിനെ നടക്കാനാണ് പറയുന്നത്. ഞങ്ങളെ ഇവിടുന്ന് സ്പോർട്സിനെ പഠിച്ചു പോയിട്ട് ക്വാളിറ്റി പഠിക്കും. അതൊരു അനുഭവമായിരുന്നു. ഞാൻ കുറച്ച് പോയിട്ട് അതുപോലെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ സ്കൂളിൽ നല്ല നല്ല പ്രോഗ്രാമായിട്ട് ഒരു നാടകമൊക്കെ ആയിട്ട് പോയിട്ട് അനുഭവം കോമാളി എന്നൊക്കെ പറഞ്ഞ നാടകം അവരൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ മറ്റു സ്കൂളിലെ പോലത്തെ സമരം കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ ഇവിടെ ട്രിപ്പ്
നിങ്ങൾ ഞാൻ അഭിലാഷണികളാണ് ഗ്യാങ്ങായിട്ട് നടന്നു നിങ്ങൾ ഇവിടുന്ന് പഴനിക്ക് നടന്നിട്ടാവില്ല. നിങ്ങൾ ഇവിടുന്ന് പഴനിക്ക് നടന്നു നോക്കാനാ ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പഴനിക്ക് നടക്കും, ഈ മങ്ങാട് വഴി നടക്കും. അങ്ങനെ കോഴിക്കോട് ബസ്സിൽ കയറിയപ്പോ ചില പ്രശ്നങ്ങളായി. ഇവിടെ ആ പ്രശ്നമായിട്ട് ഇവിടെ ബസ് തുടങ്ങി, കോഴിക്കോട് ബസ് ഇവിടെ ഈ തിരുവച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര സംഭവമാണ്. അതിൽ ആരാണെന്ന് അറിയില്ല. എന്നിട്ട് ഇവിടുന്ന് ലഹളായി അങ്ങനെ ഇവിടുന്ന് മറ്റേ ലിവർ എടുത്ത് ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് ഇവിടുന്ന് പിള്ളേര് നമ്മുടെ സ്പോർട്സിൽ ജാവലിൻ എടുത്ത് വന്നിട്ട് പ്രശ്നമായിട്ട്. എന്നിട്ട് ഇന്നും സ്കൂളിൽ മാഷന്മാരെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളെ പോയിട്ടാണെന്ന് ട്രാഫിക്കാരുടെ പ്രശ്നമായിട്ട് ഇന്ന് വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ ഇവിടെ PVTC വന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് PVTC വന്നിട്ട് പഠിപ്പ് കുറവായ എങ്ങനെ കിട്ടി? 8ാം ക്ലാസ്സിൽ വീണ്ടും ഒരു പരീക്ഷ എഴുതുന്നുണ്ട്, വീണ്ടും 8 മുതൽ പഠിക്കാൻ, വീണ്ടും 3 പരീക്ഷ ഇവിടെയുള്ള PVTC ഒന്നുമില്ല. അങ്ങനെ എനിക്കൊരു മാർക്ക് കുറവാണ്. 8ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഇതില്ല, സാഹചര്യം ഇല്ല. അങ്ങനെ അന്നത്തെ സൂപ്പർ ശരിക്കും സാഹചര്യം ഇല്ല. എന്നാലും അഡ്ജസ്റ്റ്മെന്റിലൂടെ പഠിച്ച് കോഴിക്കോട് PVTC കാരണം പഠിച്ച് കോഴിക്കോട്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പഠിത്തം ഞാൻ വലിയ പഠിത്തമൊന്നുമില്ല. പിന്നെ ഞാൻ എറണാകുളത്താണ്, ബിസിനസ് ഒക്കെ എറണാകുളത്താണ്. ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇവിടെ ഞാൻ എറണാകുളത്താണ്. എനിക്ക് 3 മക്കളാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. മൂന്നാള് 7, രണ്ടാമത്തെ ആള് 3ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ആള് LKG. എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ ഇതിൽ മയക്കേൽ പറഞ്ഞിട്ടുള്ള വലിയ പരിചയമില്ല. എന്നാലും എനിക്ക് ചെറിയ അറിവുകൾ ഷെയർ ചെയ്യാം. ഞാൻ PVTC ട്രൈ ചെയ്താണ് ഒരു തവണ, അപ്പോൾ കിട്ടിയില്ല. അങ്ങനെയാണ് 8ാം ക്ലാസ്സിലുള്ള എക്സാമിനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിന് ശേഷം ഞാൻ ITI സിവിൽ ചെയ്തു. എനിക്ക് പിന്നെ പഠിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഈ ടെക്നിക്കൽ സൈഡായതുകൊണ്ട് കൺസ്ട്രക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിലുള്ള പണി, ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ ആയിട്ട്. പിന്നെ വൈഫ് വടതല സ്കൂളിൽ ടീച്ചറാണ്. 3 മക്കള്. മൂത്ത മകള് 6ാം ക്ലാസ്സിൽ, പിന്നെ 2 ആൺകുട്ടികൾ 4ലും 1ാം ക്ലാസ്സിൽ. എല്ലാ ടീച്ചറും കൂടുതലായിട്ട് പഠനമുണ്ട്. അടുത്ത ആശംസാ ശ്രീ പ്രമോദിനെ സൂക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുകൊണ്ട് SSLC തോറ്റ് പുറത്തു പോയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടുന്ന് തോറ്റ് പോയതിൻ്റെ അന്നേ ദിവസം 3 ദിവസം ഞാൻ വീട്ടിൽ ഇരുട്ട് മുറിയിലിരുന്ന് കാരണം ജീവിതത്തിൽ ആത്മപ്രതിയായിരുന്നത്. പിന്നീട് ഞാൻ വിചാരിച്ചു പഠിക്കണമെന്ന്. ഞാൻ നഷ്ടപ്പെട്ട പരീക്ഷകളെല്ലാം എഴുതിയെടുത്തു, 2 ഗ്രൂപ്പ്. അത് മാത്രം പുറത്ത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുള്ളായിരുന്നു. ഞാനത് എഴുതിയെടുത്തു, നല്ല മാർക്ക് വാങ്ങിച്ചു. പിന്നീട് ഞാൻ +1 3D ഫസ്റ്റ് ഗ്രൂപ്പ് സെൻറ് തോമസ് കോളേജിൽ എടുത്തു. അത് കഴിഞ്ഞ് കേരള എൻട്രൻസ് എഴുതി. ബിടെക്കിന് കിട്ടി. ബിടെക്ക് വയനാടായിരുന്നു കിട്ടിയത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. ബിടെക്ക് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. THSൻ്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായത് ബിടെക്കിന് ചേർന്നതായിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വന്നപ്പോൾ ഈ ക്രോസ് സെക്ഷൻ വരയ്ക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ ഇത് കേട്ട് പരിചയമുള്ള ഒരേ ഒരു വ്യക്തി ആ ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികൾ ഇത് കേട്ട് പരിചയമുള്ള ഒരേ ഒരു വിദ്യാർത്ഥി ഞാൻ മാത്രമായിരുന്നു. അത് വളരെയധികം ഉപകാരം ചെയ്തു. കാരണം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇവിടുത്തെ പഠനം എനിക്ക് വളരെയധികം ഉപകരിച്ചു. ഇത് ഇപ്പോൾ ചെറുപ്പം പറയാനല്ല, പക്ഷേ ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആരെങ്കിലും ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് കരുതിയാണ്. കാരണം ഞാൻ പ്രിന്റിംഗ് ആയിരുന്നു പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു.
ഒരു പ്രസംഗത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നെങ്കിലും എൻ്റെ ഒരു അനുഭവം പറയണമെന്നാണ് അതുകൊണ്ട് ഷെയർ ചെയ്തു. എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഈ കൂട്ടുകാരെയും കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇവിടുന്ന് SSLC റിസൾട്ട് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞാൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജില്ലാജ് മാത്രമായിരുന്നു. പിന്നെ എല്ലാവരെയും കാണുന്നത് ഇന്നാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വഴിത്തിരിവായത് ഒരു യാത്രക്കിടയിൽ എനിക്കൊന്ന് കോവിഡ് കുറച്ച് നാൾ മുന്നേ ഉള്ള ഒരു യാത്രക്കിടയിൽ ഗിരീഷിന് ബസ്സിൽ വെച്ച് കണ്ടതായിരുന്നു. അന്നായിരുന്നു ഗ്രൂപ്പിൽ ഏഡായത്. ഇത്തരം ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നതായും ഇത്തരം ആക്ടിവിറ്റികൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതായിട്ടും അറിഞ്ഞത്. ഞാൻ ആക്റ്റീവ് മാത്രമല്ല എങ്കിലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സംഘാടക സമിതിയെയും അല്ലെങ്കിൽ ഇതിന് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. സല്യൂട്ട്. ടീച്ചേഴ്സിനും ഇതിന് ശേഷം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ കണ്ടതിന് വളരെ സന്തോഷം. ആ പഴയ ക്ലാസ് റൂമിൽ വന്നിരുന്നപ്പോൾ എന്തൊക്കെയോ ഓർമ്മകൾ ഒരുപാട് മിന്നി മറന്നു. സന്തോഷമുണ്ട്. കുടുംബം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കാരണം കുറച്ച് കാലമായിട്ട് യോഗയുടെ പുറകിലാണ്. കുറച്ച് കാലം വളരെ നന്നായിട്ട്. പിന്നെ എൻ്റെ കല്യാണത്തിന് പ്രാധാന്യം എൻ്റെ സഹോദരന്മാരുടെ കല്യാണമാണെന്ന് പ്രതീക്ഷിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞാൽ കാത്തിരുന്നു. അത് കഴിഞ്ഞ് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. വീട് വെച്ച് താമസമായ ശേഷം അച്ഛൻ മരിച്ചു. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അച്ഛൻ മരിച്ചത് 2 വർഷമായി. അപ്പോൾ വീണ്ടും സജീവമായിട്ട് പെരുന്നാൾ വിചാരങ്ങൾ നടക്കുന്നുണ്ട്. അടുത്തിട്ടുണ്ടാവുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുന്നതായിരിക്കും. ടീച്ചേഴ്സിനെയും കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. സന്തോഷം. എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു പ്രമോദ്. ഞാൻ പിന്നെ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കും. ഞാൻ റാൻഡമായിട്ട് കുറച്ച് പേരുകൾ വിളിച്ചെന്നുള്ളൂ. ഞാൻ ഏത് ഗ്രൂപ്പിനൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ നമുക്ക് സംസാരിക്കാം. നമ്മുടെ കോഴ്സ് കഴിച്ച് പോയ ശേഷം 2 പ്രാവശ്യങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. വളരെ സൈലൻ്റായിട്ട് ഒരു കുട്ടിയായിരുന്നു. ടീച്ചർമാർക്കും ഒക്കെ നമ്മളെ അത്രമാത്രം ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ മാഷിൻ്റെ കൊണ്ട് എനിക്ക് ഓർമ്മ ഉള്ളത് കല്യാണം കഴിഞ്ഞൊരു സമയമായിരുന്നു. മാഷിൻ്റെ മോതിരത്തുന്ന പേര് എഴുതിയിട്ട് ദീപാന്നാണ് തോന്നുന്നു പേര്. ആ പേരാണ് എനിക്ക് ആ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള. അതുപോലെ തന്നെ സാറ് കാപ്പളി സെക്ഷൻ ഉണ്ട്. നമ്മളെ ചിന്തേരുണ്ട്. ചിന്തേരിന്നാണ് നമ്മളെ പഠിപ്പിച്ചതാണ്. സാധാരണ കാപ്പളി സെക്ഷനിൽ കാശേരിമാരെ എന്ന് പറയുന്ന പേര് സിന്ധൂർ എന്നാണ് അതിന് പറയും. നാട്ടിലങ്ങനെയാണ് അതിൻ്റെ ഭാഷ. ഈ സാധനം നമ്മൾ പ്രധാന മിനുസപ്പെടുത്തിയ ശേഷം ചെരിച്ചു വേണം വെക്കാൻ. കുത്തി വെക്കാൻ പാടില്ല. എനിക്കത് ഓർമ്മയില്ല. സാറ് വന്നിട്ട് കുറെ നേരം നോക്കി. അപ്പോൾ എനിക്കിത് എന്താ മനസ്സിലായത്. അവസാനം ഒരു ചൂടിലിട്ട് അടി വെച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. എന്തായാലും ഈ സാറുമാരുടെയൊക്കെ ഈ വിദ്യ പകർന്നു തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ പലരും പല മേഖലകളിലെത്തിയിട്ടുണ്ടാവും. വ്യത്യസ്ത മേഖലകളിലായിട്ട് ഞാൻ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ 2 പാട്ടിനാണ് 1 വർഷം നഷ്ടപ്പെട്ടു. പിന്നീട് അത് എഴുതിയിട്ട് ഡിഗ്രി പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി പെട്ടെന്ന് കിട്ടുമെന്ന് ബന്ധമില്ലാത്ത മേഖലയിലായിരുന്നു. എൻ്റെ അച്ഛൻ തൊഴിലാകുന്നത് കള്ളുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. മറ്റൊരു മേഖലയിലായിരുന്നു. അവിടുത്തെ റൂട്ട് മാനേജറായിരുന്നു. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വെറുതെ എനിക്ക് എന്നാൽ എന്നെ അവിടെ പോകാൻ ആ കമ്പനിയിലുണ്ടായിരുന്നു. കുറച്ച് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതൊരു ലഹരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ആവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാം, ആവശ്യമില്ലാത്തത് നിഷേധിക്കാം. പല ആളുകളും ആ ലഹരിക്ക് അടിമപ്പെട്ട് പോണ വിശേഷങ്ങൾ ഞാൻ കാണിക്കില്ല. അപ്പോൾ എനിക്ക് അതിലേക്കൊന്നും പോകാതെ പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി. അത് ടെമ്പററി ബേസിലായിരുന്നു. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തന കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കയറാൻ കഴിഞ്ഞു. ബോർഡ് മാറ്റം വന്നപ്പോൾ ആ ബോർഡ് കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചു. പിന്നീട് നമ്മൾ എത്തപ്പെട്ടത് ഒരു കോപ്പറേറ്റീവ് മേഖലയാണ്.
ഇപ്പോൾ വല്ലവക്കാട് കോപ്പറേറ്റീവ് ബാങ്കിൽ അവിടെ ക്ലർക്കായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വൈഫ് 2 കുട്ടികൾ. വൈഫ് NSC വെച്ചിട്ടാണ്. കുട്ടികൾ ഒരാളെ 7 പഠിക്കും, ഒരാൾ 1ാം ക്ലാസ്സിലായിരിക്കും. 2 പേരും പെൺകുട്ടികളാണ്. കുഴപ്പമില്ലാതെ പോകുകയും ചെയ്യുക. എന്തായാലും സാറുമാരെ പകർന്നു തന്ന ആ അറിവ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഇതിൽ കൂടിച്ചേരാനുള്ള അവസരം ഉണ്ടാക്കിയതിന് എൻ്റെ സംഘാടകർ എന്ന രീതിയിൽ ആ സംഘാടകരോട് അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ അംഗങ്ങളോടും പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഒപ്പം തന്നെ അന്ന് പഠിപ്പിച്ചേക്കാം ഏറ്റവും നല്ല രീതിയിൽ ഈ ശ്രോതാക്കളായിട്ട് പോലും ഇരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് എത്ര രസകരമായിട്ട് അവർ കേട്ടിരിക്കുന്നത്. അന്ന് അവർ പഠിപ്പിച്ചെന്ന കുട്ടികളെ നമ്മൾ ഇരിക്കാൻ പോലെ അധ്യാപകര് നമ്മുടെ വാക്കുകൾക്ക് കാതോർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇതിൽ വളരെ സന്തോഷം. ഞാൻ നേരത്തെ ഇല്ല ചെയ്തു. അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ആ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇവർ പകർന്ന വിദ്യകൾ എനിക്കൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് എന്താ ചെയ്യുന്നത്, നമ്മളുടെ സമൂഹത്തിന് എങ്ങനെ കണ്ടു വളരണം എന്നുള്ളത് അല്ലെങ്കിൽ മാറ്റി തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് മാതൃകകളായിരുന്നു. ആ മാതൃകകൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരേണ്ടതുണ്ട്. ഇത് കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തെ തന്നെ വിഭിന്നമായ രീതിയിൽ തട്ടുകളായിട്ട് തരഞ്ഞിരിക്കുമ്പോൾ അതിനെ എതിർക്കപ്പെടേണ്ടതും അതിൻ്റെ ശരികൾ കാട്ടിക്കൊടുക്കേണ്ടതും നമ്മളെ പോലത്തെ ആളുകളാണ്. നമ്മളാണ് അടുത്തൊരു തലമുറയ്ക്ക് പ്രചോദനമാകുന്നത്. ആ ഒരു ബോധ്യത്തോട് കൂടി ഒരു മതേതര ജനാധിപത്യ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ പഠിച്ചിട്ട് എവിടെ എത്തി എന്നുള്ളതല്ല, ആ സമൂഹത്തിനോട് നമ്മൾ എന്ത് ചെയ്യും അത് പ്രധാനമാണ്. എല്ലാവരും വലിയ ഉയർന്ന ജോലിയിലെത്തിയോണ്ട് കാര്യമില്ല. ഉയർന്ന ജോലിക്കാരൻ്റെ മനസ്സെങ്ങനെയെന്നുള്ളത് കൂടി പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ സാറുമാരാണ് തുറന്നിട്ടുള്ള വിദ്യകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്നും നമ്മൾ തയ്യാറാണെന്നാണ് നമുക്ക് ഒരു നിർദ്ദേശം എന്ന രീതിയിൽ പറയാം. അപ്പോൾ ഇവിടെ പല ആളുകളെയും അങ്ങനെ കൂടുതലായി കണ്ടുപിടിച്ചെങ്കിലില്ല. മറ്റേ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് പേരല്ല. ഇപ്പം ഞാൻ ഫോണിൽ കാണുമ്പോഴാണ് എനിക്ക് കുറച്ച് ഐശ്വര്യം ഒരു അത്ഭുതം തോന്നുന്നു. അന്നത്തെ അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, വളരെ ചെറുപ്പമായിട്ടാണ് നിൽക്കുന്നത്. പല ആളുകളും കുറേ സമയം നിലയിൽ തള്ളി കിട്ടുന്ന ഡൈ ഉപയോഗിച്ചിട്ട് പല വിദ്യകളും ഉപയോഗിക്കും. നമ്മളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഫോണിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ആ ചെറുപ്പക്കാരാണ് ഫോണിൻ്റെ അടുത്തിരുന്നിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നന്നായി പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും പകർന്നു തരാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചാൽ അതേപോലെ തന്നെ ആ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അതിലേക്ക് പറയാറുള്ളത്. ഇവിടെ ഇത്തരത്തിലൊരു വേദി ഒരുക്കുന്നതിനും സാറുമാർക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. വീണ്ടും നമുക്ക് ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് വീണ്ടും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങളെല്ലാവരും വരണം എന്നുള്ളതാണ് പറയാറുള്ളത്. നന്ദി, നമസ്കാരം. ടീച്ചേഴ്സ് കാര്യത്തെ കുറിച്ച് പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില കാര്യങ്ങൾ വൺസ് എ ലൈഫ് ടൈമാണ്. അതിന് പകരമൊക്കെ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അന്നത്തെ കാലഘട്ടത്തെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിർത്തിയ അന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു, ഒരുപാട് സ്നേഹം. നിങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവും. ഹൃദ്യമായ പ്രോഗ്രാംസ് ഇനിയും നമുക്ക് ഇടയിലുണ്ടാവട്ടെ. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെ അതിൻ്റെ ഭാഗമാവാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഒരുപാട് സ്നേഹം, നന്ദി. ഈ പ്രോഗ്രാമിൻ്റെ നന്ദി പ്രകാശനത്തിനായി ശ്രീജിത്തിനെ ക്ഷണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി നന്ദി കുറച്ചിലാണ്. പക്ഷേ സമയം അതിൻ്റെ ഓപ്പറേറ്റിംഗുള്ള ഒരു ചെറിയൊരു പ്രശ്നമല്ല. ടൈം അത്യാവശ്യമായി. പക്ഷേ ഈ നൃത്യം എന്നൊരു പരിപാടി ഇതിനെക്കുറിച്ച് എനിക്ക് പറയണം. ഇതിനാണ് നമ്മുടെ ഒരു നൃത്യം വെച്ചത്. അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ പറയുന്നില്ല. അതിനോടൊപ്പം കുറേ പേര് പറഞ്ഞു സ്പീഡിൻ്റെ ഐഡിയ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചു. പക്ഷേ ഒരാശയം ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. അത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി നമുക്ക്
പറഞ്ഞു തന്നിട്ട് പ്രവൃത്തിയോടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് എന്നെ കൊണ്ടിട്ട് ടീച്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിന്റെ കീഴിൽ ഞാനിവിടെ പഠിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് അത്ര നിങ്ങളെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബഹുമാനമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ. അതായത് വരും സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ശരിക്ക് കളിച്ചിട്ടുള്ള ശരിക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് സ്കൂളിൽ വരാൻ ഇഷ്ടമില്ലാത്തൊരു ദിവസം നാരായണ ക്ലാസ് ദിവസമാണ്. നല്ല ആരോഗ്യ അത് നമ്മൾ ഈ എലിക്സ് വലിച്ചിട്ട് പരാബോള വലിച്ച കട്ടിലൊക്കെ ഇടുമ്പോൾ അവസ്ഥയാണ്. വളരെ മോശം എന്റെ കൂടെ വൈകുന്നുണ്ടായിരുന്നു. അപ്പോ ഇനിയിപ്പോ സ്റ്റേജ് കിട്ടിയില്ല എന്നിട്ട് കൈകൊണ്ടിട്ടാവും. അപ്പൊ ഞങ്ങള് ബാക്ക് ബെഞ്ചേഴ്സ്, ഞാൻ പ്രമോദ്, വിജിൻ, ഞങ്ങളൊക്കെ ഈ ബാക്ക് ബെഞ്ചേഴ്സിനെ കുറെയൊക്കെ ടീച്ചേഴ്സ് അവർക്കൊരു പരിധിയില്ലല്ലോ ഒഴിവാക്കി വിട്ടതാണ്. എന്നാലും തബ്ദി ടീച്ചറെ സംബന്ധിച്ചോളം തബ്ദി ടീച്ചർ ഒഴിവാക്കാൻ തയ്യാറല്ല. അവിടെ വന്നിട്ട് ചവിടിച്ചു വരും. ഞങ്ങളെ മറ്റുള്ളവർക്ക് ഒഴിവാക്കിയത്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ കുറച്ച് കൂടുതൽ ഓർമ്മയുണ്ട്. എല്ലാവരെയും മാനിക്കുന്നു. അവരെ പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചാല് നമ്മൾ പഠിക്കാൻ അത്ര പഠിക്കണേന്നൂടെ. അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് എത്തിച്ചതെന്ന് വെച്ചാല് എന്റെ ജീവിതത്തില് അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന പലരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഞങ്ങള് ജീവിതത്തിൽ പല സ്ഥലത്തും തോറ്റിട്ട് പിന്നെ ജയിച്ചു. സ്കൂളിലെ പരീക്ഷയിൽ മാത്രമല്ല, ആ നിമിഷങ്ങളിലെ നിങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലെത്തിയിരുന്നു. നിങ്ങളെല്ലാവരും അന്ന് ടീച്ചർ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും പല സന്ദർഭങ്ങളിൽ ഇപ്പൊ സമയം ലിമിറ്റഡ് ആയിട്ട് ഞാൻ എന്റെ എക്സ്പ്ലെയിനിലേക്ക് പോണില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ ഓർത്തെടുത്ത് റീകളക്ട് ചെയ്ത് നിങ്ങളെവിടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട്. ആ ഓർമ്മ പുതുക്കുന്നത് ഞാൻ പറഞ്ഞു തോറ്റിട്ട് ജയിച്ചതാണ്. ഇവിടെ തോറ്റു കഴിഞ്ഞപ്പോ പറഞ്ഞ പോലെ കുറെ കളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായി കളിച്ചിട്ട് കാര്യമില്ല, ജയിച്ചേ പറ്റും. പിന്നീട് ജയിച്ചതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ. നിങ്ങളൊക്കെ തിരിച്ചുകൂടെ കൊണ്ടുപോകുന്നതിന്റെ റീസൺ ഇതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾക്കായി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരാണ്. അത് കേൾക്കാണ്ട് നടന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിയത്. മോശമായി മാറിയിട്ടുള്ളത്. അപ്പൊ ആ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലായി. അത് ആ പഴയ ഗുരുനാഥന്മാരെ ഒന്ന് ആദരിക്കാനാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോ ഇനി വന്നിട്ടുള്ള ഈ ഓരോ വ്യക്തികളും നിങ്ങളുടെ ഗെയിം ചെയ്യും. ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ ഉള്ള അവസരം സത്യം പറഞ്ഞാൽ തെറ്റി. അതും ഞങ്ങളല്ല, അതെല്ലാ ഞാനൊരു 3 വർഷമായി ഇതിന് പോലെ പിന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ ഒരാളെ കൊണ്ട് ഒരു പ്രോഗ്രാം നടത്തിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചൊരു കമ്മിറ്റിയിട്ട് ഞാൻ പറയാൻ പേര് പറയാം. അപ്പൊ ഞാൻ നന്ദി പറഞ്ഞു നോക്കുകയാണ്. ആദ്യമായിട്ട് ജോയ്സ് ടീച്ചർ, ഞങ്ങളെ പഠിപ്പിച്ച ജോയ്സ് ടീച്ചർക്ക് ഞങ്ങളെ പഠിപ്പിച്ചതിനും ഇന്ന് വീണ്ടും ഈ പരിപാടി നടക്കുമ്പോൾ ഇതിനായിട്ട് എത്തിച്ചേർന്ന് പ്രത്യേകം നന്ദി പറയണം. ടീച്ചറെ ആസ്പെക്ട് തോമസാണ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ടീച്ചർക്ക് നന്ദി പറഞ്ഞു. രണ്ടാമതായിട്ട് ഇതുപോലെ നമ്മളെ പഠിപ്പിച്ച സാബുലി ടീച്ചർക്ക് നന്ദി പറഞ്ഞു. മൂന്നാമതായിട്ട് തമിഴ് ടീച്ചർ, ഷീല ടീച്ചർ, അപ്പു മാഷ്, ബാബു മാഷ്, ജോസ് മാഷ്, നാരായണ മാഷ്, കൃഷ്ണൻ മാഷ്, രാജഗോപാൽ സാർ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. രാജഗോപാൽ സാറ് പ്രിന്റിങ്ങിലായിരുന്നു ഞാൻ. അപ്പോ ആ പശു എടുത്ത് തേച്ച് കഴിഞ്ഞാണല്ലോ മേലൊക്കെ ഉണ്ടോ. അപ്പൊ അവിടുന്നാണ് നമ്മൾ പഠിച്ചത് ടെക്നിക്കൽ സൈഡ്. ഞാൻ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് വേറെ കാര്യം. അപ്പോ അവരൊക്കെ നന്ദി പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ പരിപാടി ഞാൻ ഇതിനൊരു ആശയം വെച്ചു. പിന്നെ ഞാൻ പലർക്കും പിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്നോട് ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡിവിഷൻ, പിന്നെ അതുപോലെ തന്നെ ഷാനോജി, ഇപ്പോഴും പോയ അനൂപ്, പിന്നെ എൻ്റെ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവർ നിന്നു. ഡിറ്റീഷനായിരുന്നു, ഓർഗമറ്റുണ്ടായിരുന്നു, പിന്നെ കൂടാതെ നമ്മുടെ ഡിറ്റീഷൻ, ഓള്, ഷൈജു, പിന്നെ ടിമിൻസ് ഓക്കെ ബോയ്സ് സമയത്തിന്റെ തോന്നിട്ട് വേറെ സ്പീഡാക്കിയത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. മൂന്നാമതായിട്ട് ഞങ്ങള്
ഈ പറഞ്ഞ ആളുകളൊക്കെ നോളത്തും ചുറ്റുപെട്ടതായിട്ടുള്ള ആൾക്കാർക്ക് പക്ഷെ ഞങ്ങൾ പരസ്പരം അറിയില്ല. ഇവരെ ഇവിടെ എത്തിച്ചൊരു വ്യക്തിയുണ്ട്. ഈ THS ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ള ഡാനി മണ്ണുമാൻ ആളുകൾ വന്നിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഡാനി മണ്ണുമാനും ഞാൻ നന്ദി പറഞ്ഞു. കൂടാതെ ഇപ്പൊ ഇന്നത്തെ പരിപാടിയുടെ ഫുഡ്, സ്റ്റേജ്, ഫോട്ടോസ് ഇതൊക്കെ ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സൈഡു നന്ദി പറഞ്ഞു. പിന്നെ ഇവിടെ സംഗീതമല്ലാത്ത പ്രത്യേകിച്ച് ശീല ടീച്ചറിനെ തപ്പിയെടുക്കാൻ ഒരുപാട് പേര് മാത്രമേ ഉള്ളൂ. ഗസ്റ്റാണ്, പരിമിതിയൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ടായിട്ടുള്ള പ്രൈവീണ് ആളുകൾ സംഗീതമല്ല പക്ഷെ ഈരടിക്ക് പറയാം. അപ്പൊ അയാൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. ഇനി വേറെ ആൾക്കാരും ഉണ്ടോ? വിട്ടുപോയിട്ടുണ്ടോ? പ്ലീസ്. ഞാൻ ഫുഡിന്റെ സെക്ഷൻ ആഡ് ചെയ്തിരുന്നു. സൈഡ് ഞാൻ പറഞ്ഞു, സൈഡിന് പറഞ്ഞു. ഇനി വേറെ ആൾക്കാരും ഉണ്ടോ? ഏറ്റവും മെയിനായിട്ട് ഞങ്ങളുടെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ തന്നെ നട്ടെല്ലാണ് പ്രവാസികൾ. ഈ ഗ്രൂപ്പിന്റെയും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇത് എത്തിച്ചേരാൻ കഴിയാത്ത അവർക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പറഞ്ഞു. നിങ്ങൾ പോകാൻ തയ്യാറല്ലെങ്കിൽ ഓൺ ചെയ്യണം. നമ്മുടെ പ്രവാസികളായിട്ടുള്ള പക്ഷേ എങ്കിലും ഇന്ന് നിങ്ങളെല്ലാവരും എന്റെ മനസ്സിൽ ഉണ്ട്. അതിനപ്പുറം ഞാൻ ആരാണെന്ന് ചിലർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ വെൽഡിംഗ് ട്രേഡിലായിരുന്നു ഞങ്ങളുടെ പ്ലാസ്റ്റിക്സ്. ഇന്നും നന്നായിരുന്നെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ ടീച്ചർമാർക്കും പ്രിയപ്പെട്ട എല്ലാവിധ ആശംസകളും സംഗമത്തിന് 1000 ഹൃദയത്തിൽ നിന്നുമുള്ള ആശംസകൾ. പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലാലും ഏറ്റവും പരിപാടി ഏറ്റവും വലിയ ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ബൈ. ഹലോ, നമ്മുടെ കൃത്യം നടക്കാൻ പോകുന്നു.
അവസാനം വിജയിക്കുക. അതെല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമസ്കാരം. ആശംസകൾ അറിയിക്കുകയാണ്. പറയാൻ